ഹായ് ഡിയേഴ്സ്, ഇത് കണ്ടോ? ഇതിനകത്ത് ജീരകം, ശർക്കര, തേങ്ങ ഇങ്ങനെ ഇട്ടേക്കാണ്. വട്ടയിലുണ്ട്, ഗോതമ്പ് കുഴച്ചതുണ്ട്. അത് വെച്ച് നമുക്ക് എന്നാ പറയുന്നത്, ഇലയപ്പം ഉണ്ടാക്കാനുള്ള പണിയിലാണ്. വെള്ളം നനച്ച് പതുക്കി എടുക്കുക. എൻ്റെ കൈ വയ്യ കേട്ടോ ഡിയേഴ്സ്. എൻ്റെ തോളിന് വീണ്ടും വേദന വന്നു. അത് കാരണം ഇത് താത്ത് വെച്ചിട്ടേ പരത്തിയിട്ട് കാണിക്കാം ഡിയേഴ്സ്. എൻ്റെ വീട്ടിൽ ഇതില്ല, എന്തുവാ, നമ്മുടെ ഇഡലിത്തട്ട വേണം. ഇഡലിത്തട്ടയ്ക്കകത്ത് വെച്ച് വേണം ഇത് പുഴുങ്ങുക. പക്ഷേ ഒരു രക്ഷയില്ല. ഞാനങ്ങനെ ഒരു സ്റ്റീൽ ചെരുവ് എടുത്ത് അതിൻ്റെ പുറത്ത് അരിവാറ്റ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പണികളാണ്. അപ്പുറത്തെ ഒരു ചേച്ചിയുടെ വീട്ടിൽ കിടന്ന് ഞാൻ വിളിയായിരുന്നു അരിവാറ്റ മേടിക്കാൻ. അല്ല, അരിവാറ്റ ഇല്ലല്ലോ, ഇഡലിത്തട്ട, ഇഡലി കുട്ടുവോ. ഇവിടെ ഇരുന്ന വഴിയെ കുട്ടുമായിരുന്നു. ഞാൻ ഒരാളിനെ അങ്ങ് കൊടുത്തു. സോ എനിക്ക് കുട്ടുവാൻ പറ്റിയില്ല. അങ്ങനെ ഞാനിപ്പോൾ കുട്ടുവില്ലാതെ വിഷമമുണ്ട്. എനിക്ക് ഒരെണ്ണം മേടിക്കണം. ആഹാ, ഇത് വലിയ പാടാളിയാ. ഇങ്ങനെ ഇരിക്കണം. കുട്ടുവൻ തന്നെ വേണം, കുട്ടുവൻ തന്നെ വേണം. എന്നിട്ട് ഇത് അടച്ചു വെക്കണം. ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ സക്സസ് ആയെന്ന് തോന്നുന്നു. ആഹാ, ഇലയപ്പം. എൻ്റെ തോള് വയ്യായിരുന്നു ഗായ്സ്. സക്സസ് ആയെങ്കിൽ ഇതിൻ്റെ അടപ്പ് ഇപ്പോൾ ഇളകി വരും. അടപ്പ് മീൻസ് ഇല. വാവ്, ഇളകി. വട്ടയില വിളഞ്ഞ വട്ടയിലയാണെങ്കിൽ നന്നായി ഇളകി വരും. എങ്കിലും വന്നു ഗായ്സ്. ഉടുപ്പ് ഊരി വന്നു. ഇതിനെ നമുക്കൊന്ന് കത്തിരിച്ച് നോക്കാം. ഇത് ഈ ശർക്കരയൊക്കെ ഇട്ടിളക്കിയില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ആ പാത്രത്തിലോട്ടായിട്ടേ, അല്ലാതെ കഴുകാത്ത പാത്രമല്ല കേട്ടോ. വേണ്ട, നല്ല ചൂട്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇതാ, നല്ലോണം ഇരിപ്പുണ്ട് ശർക്കര. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇച്ചിരി കട്ടൻ ചായ എടുക്കും ഗായ്സ്. ഒരെണ്ണേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഇച്ചിരി കട്ടൻ ചായ എടുത്ത്, കട്ടൻ ചായയാണ് ഇതിൻ്റെ കോംബോ. എന്നിട്ട് ഒരെണ്ണം എടുത്ത് വെച്ച് കഴിക്കണം വൈകിട്ട്. ഇപ്പം ഏകദേശം 8 മണി ഒക്കെ ആവാറായി. ഞാൻ ഇതെടുത്ത് കഴിച്ചു നോക്കട്ടെ ഗൈസ്. പക്ഷേ എനിക്ക് ധൈര്യമില്ല, കൈ പൊള്ളും. ഇതിങ്ങനെ ഇരിക്കുന്നതിലും ഉണ്ടല്ലോ, നമ്മളെ പൊള്ളിച്ച് കളയും. ഭയങ്കര ശക്തിയാണിത്, തീ. ഒന്നും കൂടെ എടുക്കാം ഗൈസ്. ഇത് ശരിയാവില്ല, എണ്ണയുടെ അടിയും കൂടെ വരും. ഇതെന്താണ്? ഇത് ഇളക്കി എടുക്കുമ്പോൾ നേരം വിളിക്കുമല്ലോ. ഇത് കട്ടിയില്ലാത്ത ഇല. രണ്ടാമത്തെ ഉടുപ്പ് ഊരി ഗായ്സ്. നമ്മളെ വട്ടയില എന്ന് പറയുന്നത് നല്ല വിളഞ്ഞില വേണം, കട്ടിയുള്ളത്. അല്ലെങ്കിലുണ്ടല്ലോ ഈ സുഡാപ്പി ഇളകി വരില്ല. പിന്നെ വട്ടയില തിന്നണ്ട വരും. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ശർക്കര എടുത്തിട്ട് ഉരുക്കണം. കുറച്ച് വെള്ളത്തിൽ ഉരുക്കി അരിച്ചിട്ട് പിന്നീട് നമ്മൾ തേങ്ങ അതിനകത്ത് ചേർത്തിട്ട് ഇളക്കി ആ ശർക്കരയുടെ വെള്ളം വറ്റിച്ചെടുക്കണം. അങ്ങനെയാണ് ഈ ശർക്കരയുടെ കല്ല് കളഞ്ഞെടുക്കുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ശർക്കരയ്ക്ക് കല്ലും പുല്ലും ഒന്നും ഇല്ല. അപ്പം ഞാൻ ഇതുമായിട്ട് അങ്ങോട്ട് പോട്ടെ ഗൈസ്. കാറ്റിട്ടിട്ട് വേണം ഇത് കഴിക്കാൻ. എന്താ, നിറച്ച് ശർക്കരയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു കേട്ടോ. കഴിക്കട്ടെ.